എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഗീ റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോറാണ്. നെയ്ച്ചോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ജീരകശാല റൈസാണ്. 2 കപ്പ് റൈസ് ആദ്യം തന്നെ കഴുകി ഒരു 20 മിനിറ്റോളം വെള്ളത്തിലിട്ടിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ച് ഹോൾ സ്പൈസസ്, സവാള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, ക്യാരറ്റ് നന്നായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, കുറച്ച് ഗ്രീൻ ചില്ലി ആൻഡ് ജിഞ്ചർ. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു ടീസ്പൂണോളം നെയ്യ് എടുത്തിട്ട് നമ്മൾ നന്നായി ചൂടാക്കുന്നു. നെയ്യ് നന്നായി ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാഷ്യൂ നട്ട്സും റേസിൻസും പിന്നെ വളരെ നേർത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഞാൻ കാഷ്യൂ നട്ട്സ് ആണ് ആഡ് ചെയ്യുന്നത്. കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് ഒരു മിനിറ്റോളം അത് ഫ്രൈ ചെയ്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഉണക്കമുന്തിരി റൈസിൻസ് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. റൈസിൻസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നേരത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സവാള ഫ്രൈ ചെയ്യുന്നതിനായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ്, അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി വേവിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, പിന്നെ ഏലക്ക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരു മിനിറ്റോളം നമ്മളതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. റൈസ് നന്നായി ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ചെയ്യുന്നത്. ഞാനിവിടെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരി അതിൽ നിന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, എന്നാലേ റൈസിൽ കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് അതായത് ഒരു 1/2 ലെമൺ നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റൈസ് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഏകദേശം ഒരു 5 മുതൽ 8 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റൈസ് നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. അതൊരു 90% വേവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. സ്ട്രെയിൻ ചെയ്ത് റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഹോൾ സ്പൈസസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൽ നിന്നും അതെടുത്ത് മാറ്റാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ 1 സ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് ഹോൾ സ്പൈസസും കൂടെ ആഡ് ചെയ്തിട്ട് അത് നന്നായി ഫ്രൈ ചെയ്യുന്നു. ഇനിയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി നമുക്കിതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇഞ്ചി കുറച്ചൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള സവാള നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളതും പച്ചമുളകും ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. സവാളയുടെ കളർ അങ്ങനെ മാറേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസ് നന്നായി കുക്ക് ചെയ്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്യാവുന്നതാണ്. റൈസ് ആഡ് ചെയ്തതിന് ശേഷം ഈ വെജിറ്റബിൾസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അരി പൊട്ടിപ്പോകാനൊന്നും പാടില്ല. സ്ലോലി നമ്മൾ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. കുറച്ച് റൈസ് ആഡ് ചെയ്തിട്ട് ഓരോ ലെയറായിട്ട് നമുക്ക് ഈ ഗാർണിഷിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈഡ് ഓണിയൻസും
കാഷ്യൂസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓരോന്ന് ആഡ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഇതിൻ്റെ മേലെ കൂടെ തൂവി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം വളരെ ലോ ഫ്ലെയിമിൽ ഇത് വെച്ച് മൂടി വയ്ക്കാവുന്നതാണ്. അപ്പോൾ റൈസും എല്ലാവരും നന്നായിട്ട് കുക്കായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഗീ റൈസ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.